കുരിശുവഴിയിലെ തൂവാല. കുരിശിൻ്റെ വഴിയേയുള്ള യാത്രയിൽ ഒരാഴ്ചക്കാലം നാം പിൻപിട്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ നാം കാണുന്ന കുഷ്ഠരോഗിയെപ്പറ്റിയുള്ള ചിന്തകൾ നമുക്ക് ഒരു ധ്യാന വിഷയമാക്കാം. ഈ കുഷ്ഠരോഗിയും നാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല എങ്കിൽ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിലുള്ള അന്തരം എന്താണ്? സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകും. കുറവുകളെല്ലാം അപരന് മാത്രം എന്നുള്ള ചിന്തയിൽ അപരനിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ കുഷ്ഠരോഗി തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള കുഷ്ഠരോഗത്തെ കാണുകയും തൻ്റെ കുഷ്ഠരോഗമാണ് മറ്റുള്ളവരെ തന്നിൽ നിന്ന് അകറ്റുന്നതെന്ന് തിരിച്ചറിയുകയും തൻ്റെ കുഷ്ഠരോഗമാണ് മറ്റുള്ളവർ തൻ്റെ അടുക്കിലേക്ക് വരാത്തത് എന്നുള്ള തിരിച്ചറിവോടുകൂടി കടന്നു വരികയാണ്. എന്നിട്ട് ഗുരുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പറയുകയാണ്, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സ്പർശിക്കുക, സൗഖ്യമാക്കുക. ഗുരു മനസ്സോടുകൂടി സ്പർശിക്കുന്നു, സൗഖ്യം നൽകുന്നു. ഈ വലിയ നോമ്പിൻ്റെ ഈ ആഴ്ചയിൽ ഗുരുവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നിശബ്ദതയോടെ ധ്യാനപൂർവം ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നിലെ കുഷ്ഠരോഗത്തെ സ്പർശിച്ച് സൗഖ്യം നൽകണമേ എന്ന്. കുരിശുവഴിയിലെ തൂവാല.